عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധമായ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൽപ്പെട്ട നാം എല്ലാവർക്കും ധാരാളം അനുഗ്രഹങ്ങൾ നൽകുകയും മുൻകഴിഞ്ഞ പല സമൂഹത്തിൽ ലഭിക്കാത്ത പ്രത്യേകമായ മഹത്വം നൽകുകയും ചെയ്തു. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല സമൂഹങ്ങൾക്കും ലഭിക്കാത്ത ഉന്നതമായ അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയ ഒരു സമൂഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തി എന്നുള്ളത്. ഭൂമിയിൽ അല്ലാഹു തആല ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉയർന്ന ഗ്രന്ഥം ഖുർആൻ നൽകി അനുഗ്രഹിച്ചവരാണ്. അല്ലാഹു ഭൂമിയിലേക്ക് അയച്ച പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ നമ്മിലേക്കാണ് അയച്ചത്. ലോകത്തേക്ക് ഇറക്കിയ ശരീഅത്തിൽ അല്ലാഹു തആല ഏറ്റവും എളുപ്പമായതും ഏറ്റവും പരിപൂർണമായതും ഈ ഉമ്മത്തിനാണ് നൽകിയത്. ഇങ്ങനെ പല ദീനീയായ ഇസ്ലാമിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും ഏറ്റവും കടമപ്പെട്ടത് പരിശുദ്ധമായ ദീനിനോടാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയവും സമ്പത്തും ചിന്തയും കഴിവുമെല്ലാം ചെലവഴിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിനും ഈ ദീനിനും വേണ്ടിയാണ്. ഇസ്ലാമിൻ്റെ കൊടി അത് ലോകത്ത് വാനോളം ഉയരാൻ വേണ്ടിയാണ് നാം ഏറ്റവും പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ജീവനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ മുഴുവൻ വസ്തുക്കളെക്കാളും നമുക്ക് ഏറ്റവും കടമയുള്ളത് പരിശുദ്ധമായ ദീനിനോടാണ്. പക്ഷെ ഇന്ന് നമ്മുടെയും ഉമ്മത്തിൽ ഭൂരിഭാഗം മനുഷ്യരുടെയും അവസ്ഥ ഇസ്ലാം എന്ന നിഅമത്തിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഷിആറുകൾക്ക്, ചിഹ്നങ്ങൾക്കെതിരെ ആരെങ്കിലും കൈവച്ചാൽ, എന്തെങ്കിലും അക്രമം ഇസ്ലാമിക ശരീഅത്തിനെതിരെയോ ദീനെതിരെ കാണിച്ചാൽ അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ ചെറിയ തന്നെ കൊണ്ട് സാധിക്കുന്ന നിലയിൽ അതില്ലായ്മ ചെയ്യാനോ ആഗ്രഹമോ ആവേശമോ ഇല്ലാത്ത നിലയിൽ ഉമ്മത്ത് ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഈ കാര്യത്തിൽ തലയിടുന്നത്?
ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ കച്ചവടം എന്ന ഈ ചെറിയൊരു സർക്കിളിൻ്റെ ഉള്ളിൽ സുഖമായി ജീവിക്കാമെന്ന ചിന്തയിൽ ഉമ്മത്തിൽ ഭൂരിഭാഗം ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ്. എൻ്റെ കുടുംബം നന്നാകണം, എൻ്റെ മക്കൾ നന്നാകണം, എൻ്റെ വീട് നന്നാകണം, എൻ്റെ സമ്പാദ്യം നന്നാകണം. ഇങ്ങനെ ആ ചെറിയൊരു സർക്കിളിൻ്റെ ഉള്ളിൽ അത് ഭംഗിയാക്കാനും അതിൽ പരമാവധി സുഖിക്കാനും വേണ്ടി ജീവിതത്തിൽ വലിയൊരു ശതമാനം സമയവും ബുദ്ധിയും കഴിവും ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ കുറച്ച് പുറകിലേക്ക് ഈ ഉമ്മത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ, അന്ന് ജീവിച്ചിരുന്ന മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികളും അവർ അവരുടെ ജീവനേക്കാളും അവരുടെ മുഴുവൻ വസ്തുക്കളെക്കാളും വലുതായി കണ്ടത് പരിശുദ്ധമായ ദീനിനെയാണ്, ഇസ്ലാമിനെയാണ്. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ സമ്പത്തിനെ അർപ്പണം ചെയ്യേണ്ടി വന്നാൽ സമ്പത്ത് അർപ്പണം ചെയ്യുമായിരുന്നു. അവരുടെ നാടിനെ അർപ്പണം ചെയ്യേണ്ടി വന്നാൽ അതിനും തയ്യാറായിരുന്നു. ഇനി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവൻ നൽകേണ്ടി വന്നാൽ അതിനും തയ്യാറായ ഒരു സമൂഹമുണ്ടായിരുന്നു. അങ്ങനത്തെ ആയിരക്കണക്കിന് ചരിത്ര പുരുഷന്മാരെ കൊണ്ട് ഇസ്ലാമിൻ്റെ ചരിത്രം നിറഞ്ഞെടുക്കുകയാണ്. മുസ്ലിമിൻ്റെ രക്തം തിളയ്ക്കുന്ന നിലയിൽ ദീനിന് വേണ്ടി ജീവിതവും ജീവനും നൽകിയ എത്രയോ ചരിത്ര പുരുഷന്മാർ നമ്മുടെ മുമ്പ് കടന്നുപോയിട്ടുണ്ട്. അവരുടെ ത്യാഗവും അർപ്പണവും കൊണ്ട് മാത്രമാണ് ഇന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കരങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഇന്ന് ഉമ്മത്തിൻ്റെ ഈ ജീർണതയിൽ നിന്ന് ഉമ്മത്തിന് വീണ് കരകയറ്റാനുള്ള മാർഗം ആ ചരിത്ര പുരുഷന്മാരെ സ്മരിക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ മസ്തിഷ്കത്തിൽ ആ ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം ഉറപ്പിക്കുകയും നമ്മുടെ പാരമ്പര്യം ഇങ്ങനെയുള്ള മഹാന്മാരാണ്, നാം ഇവരുടെ പിൻഗാമികളാണ്, ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രമെന്ന് മറന്നുപോയ ഉമ്മത്തിനെ വീണ്ടും വീണ്ടും ഉറപ്പിക്കൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ധാരാളം മഹാന്മാർ, മുൻഗാമികൾ. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു 4 മദ്ഹബിൻ്റെ ഇമാമിൽപ്പെട്ട ഒരു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ മറക്കാനാകാത്ത ഒരു വ്യക്തിത്വമാണ്. നാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇന്നല്ലാഹ അസ്സ ഹാദ ദീന ബിറജുലൈനി. ഇസ്ലാമിൻ്റെ ദീനിനെ അല്ലാഹു തആല ശക്തിപ്പെടുത്തിയ 2 വ്യക്തിത്വങ്ങളുണ്ട്. അത് 2 ഫിത്നയുടെ വലിയൊരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പ്രതിസന്ധിയിലായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 2 ഘട്ടങ്ങളിൽ, ഒന്ന് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉടനെ ഉണ്ടായ ഫിത്നയാണ്. അന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എണീറ്റ് നിന്നു. എല്ലാവരും ഭീരുക്കളായി നിന്ന സമയത്ത് ധീരതയോടെ വലിയ ശക്തമായ തീരുമാനമെടുത്ത് അബൂബക്കർ റളിയല്ലാഹു തആല എണീറ്റ് നിന്നു. സഹാബാക്കൾ തന്നെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആലയെ പോലെയുള്ള സഹാബാക്കൾ പറയുന്നുണ്ട്, അഥവാ അബൂബക്കർ റളിയല്ലാഹു തആല ഒന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഞങ്ങളെല്ലാം നാശത്തിലാകുമായിരുന്നു. രണ്ടാമത്തെ വ്യക്തിത്വം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയാണ്. ഈ 2 പേർക്കും തുല്യമായി മൂന്നാമതൊരു വ്യക്തിയെ കാണിക്കാൻ സാധിക്കുകയില്ല എന്ന് ഇമാം ഇബ്നു ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. ഇമാം അഹ്മദിൻ്റെ ചരിത്രം ഈ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരും, പ്രത്യേകിച്ച് പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ഇല്ലാതാക്കാൻ വേണ്ടി വലിയ വലിയ തന്ത്രങ്ങളും പരിശ്രമങ്ങളും നടക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തരും ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ചരിത്രമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല ചരിത്രം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പവും മറ്റ് മഹാന്മാരുടെ ചെറുപ്പം പോലെ ശരിയായ ഒരു തർബീയത്തിൽ, ശരിയായ നിലയിൽ സംസ്കരണത്തിൽ വളരാൻ സാധിച്ചു. അദ്ദേഹം യതീമായിട്ടാണ് വളർന്നത്. അധികം മഹാന്മാരുടെ ചരിത്രങ്ങൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. അവർ യതീമായിട്ടാണ് വളർന്നത്. ഇദ്ദേഹത്തെ വളർത്തിയത് ഉമ്മയാണ്. അദ്ദേഹം പറയുന്നതിൻ്റെ ചെറുപ്പത്തിൽ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ തഹജ്ജുദ് നമസ്കാരം എൻ്റെ ഉമ്മ കൂട്ടത്തിൽ നമസ്കരിപ്പിക്കും. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് സുബഹിയുടെ ബാങ്കിനെ ഞാനും ഉമ്മയും പ്രതീക്ഷിച്ചിരിക്കും. സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ ഉമ്മ എന്നെയും കൊണ്ട് കൈപിടിച്ച് പള്ളിയിലേക്ക് പോകും. കാരണം എൻ്റെ വീട്ടിൽ നിൽക്കും ദൂരെയാണ് പള്ളി. ഉമ്മ എന്നെ സുബഹി നമസ്കാരത്തിന് എൻ്റെ കൈപിടിച്ച് 10 വയസ്സ് പ്രായമുള്ള യതീമായ എൻ്റെ കൈപിടിച്ച് ഉമ്മ എന്നെ പള്ളിയിൽ കൊണ്ടുവന്നാക്കും സുബഹി നമസ്കാരത്തിന്. അതുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ഉമ്മക്കുള്ളതാണ്. അവർ മഹാന്മാരായി മാറിയത്
സത്യത്തിൽ അവരെ പുറകിൽ അവരെ ഉമ്മമാരുടെ കഴിവ് കൊണ്ട് മാത്രമാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടവും ഇന്നത് തന്നെയാണ്. ഇമാം അഹ്മദിൻ്റെ ഉമ്മയെ പോലെയുള്ള ഉമ്മമാർ ഇന്ന് നമ്മുടെ നാടുകളിൽ ഇല്ലാതെ പോയി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല ചരിത്രം പഠിച്ചാൽ പിന്നെ നാം കാണാനുള്ള മറ്റൊരു ഭാഗം, അദ്ദേഹം ദീനിനെ പഠിക്കാനും പ്രത്യേകിച്ച് നബി തങ്ങളുടെ ഹദീസുകൾ ശേഖരിക്കാനും അത് ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനും തലമുറയിൽ അത് ബാക്കിയാക്കാനും വേണ്ടി ചെയ്ത അധ്വാനം. നബി തങ്ങളുടെ ഹദീസുകൾ അത് ശേഖരിക്കണം, അത് എൻ്റെ നാട്ടിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കണം, പിറകെ വരുന്ന ഉമ്മത്തിന് അത് ബാക്കിയാക്കണം എന്ന ചിന്തയിൽ അതിലായി തന്റെ ജീവിതം അർപ്പിച്ചു. ഇമാം ജൗസി റഹ്മത്തുള്ളാഹി തആലി അദ്ദേഹം പറയുന്നുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആലി ദുനിയാവ് മുഴുവൻ യാത്ര ചെയ്തു. 2 പ്രാവശ്യം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്തു ദീനിന്റെ ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി. രാത്രികളെന്നില്ലാതെ പകലെന്നില്ലാതെ സമയം ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ വാതിൽക്കൽ പോയി ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം നിൽക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഉസ്താദും അദ്ദേഹം സംസാരിച്ച് ഹദീസ് ചർച്ച ചെയ്ത് കഴിഞ്ഞുകൂടി. സമയം നീണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അടിമസ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇതാ പ്രഭാതമായി. രാത്രി മുഴുവൻ ഹദീസിന്റെ ചർച്ചയിൽ കഴിഞ്ഞുകൂടി. ജീവിതത്തിൽ വലിയൊരു സമയം അതിനുവേണ്ടി ചിലവാക്കി. എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ പ്രായമായ അവസ്ഥയിൽ മഷുക്കുപ്പിയുമായി യാത്ര ചെയ്ത് കണ്ടപ്പോൾ സ്നേഹിതൻ ചോദിച്ചു, ഇതെന്ത് സംഭവിച്ചു, നിങ്ങൾ ഇത്രയും പ്രായമായില്ലേ? ഇദ്ദേഹത്തിന് പ്രായമായി, പക്ഷേ മരണം വരെ ഖബർ വരെ പരിശുദ്ധമായ ഹദീസിനെ തേടി എൻ്റെ ജീവിതം ചെലവഴിക്കുന്നതാണ്. രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ ദീനിന്റെ ഇൽമിനെ കരസ്ഥമാക്കാനും അതിനെ പ്രചരിപ്പിക്കാനും അത് രേഖപ്പെടുത്താനും സമയം ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ജനങ്ങൾ ഇമാം അഹ്മദ് ഉണർന്നിരിക്കുകയാണെന്ന ചിന്തയിൽ കിടന്നുറങ്ങുകയാണ്. അവരുടെ ദീനിയായ വിഷയങ്ങൾക്ക് ഇമാം അഹ്മദ് ഉണർന്നിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവരുടെ പ്രതീക്ഷയിലാണ്, അതെനിക്ക് ഉറങ്ങാൻ സാധിക്കുകയില്ല. ഇങ്ങനെ ജീവിതത്തിൽ നല്ലൊരു സമയം ദീനിനെ മനുഷ്യർ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാതെ ചിലവഴിച്ചു. ആ വഴിയിലായി പട്ടിണി കിടക്കേണ്ടി വന്നു, കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. മകൻ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ ചില സമയത്ത് കൂഫയിലേക്ക്, ചില സമയത്ത് ബസ്രയിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമായിരുന്നു. മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ ലോകത്ത് നിലനിൽക്കണം, ഇത് ബാക്കിയാകണം. അതിനുവേണ്ടി അങ്ങോട്ടും കൂഫയിലേക്ക് കുറഞ്ഞ സമയം യാത്ര, പിന്നെ അവിടെ നിന്ന് ബസ്രയിലേക്ക് യാത്ര ചെയ്യും. പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. കമ്പോളങ്ങളിൽ പോയി പച്ചക്കറി കമ്പോളങ്ങളിൽ പോയി അവർ കളയുന്ന പഴവർഗ്ഗങ്ങളും മറ്റും കഴിച്ച് യാത്രയിൽ അദ്ദേഹം വിശപ്പെടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം യാത്രയിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രം, ധരിച്ച വസ്ത്രമല്ലാതെ മറ്റു വസ്ത്രം ആരോ കളവ് കൊണ്ടുപോയി. ഒരു ജോഡി വസ്ത്രമായി അദ്ദേഹത്തിൻ്റെ വലിയൊരു യാത്ര അദ്ദേഹം കഴിച്ചു കൂട്ടി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇമാം ഇബ്നു ജൗസി അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു യാത്രയിൽ അദ്ദേഹം വിശ്രമിക്കാൻ പള്ളിയിൽ പ്രവേശിച്ചു. ആ പള്ളിയിലെ ഖാദിം അദ്ദേഹത്തെ അപരിചിത മറ്റൊരു നാട്ടുകാരനായതിൻ്റെ പേരിൽ പള്ളിയിൽ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തെ കണ്ടപ്പോൾ, ഒരു യാത്രക്കാരനായ മനുഷ്യനെ കണ്ടപ്പോൾ പള്ളിയുടെ സമീപത്തുള്ള ഒരു റൊട്ടി കച്ചവടക്കാരൻ അദ്ദേഹത്തെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ആ യാത്രാനുഭവം ഇരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിനിടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കാണുന്നത്, അദ്ദേഹം റൊട്ടി ചുടുമ്പോഴും മറിക്കുമ്പോഴും എല്ലാം ദിക്ർ ചെയ്യുന്നു. നാവ് കൊണ്ട് ഇങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇതൊരു വലിയ അമലാണ്, ഈ അമൽ നിത്യമായി ചെയ്യുന്നവർ നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ പ്രയോജനമുണ്ട്? നിങ്ങളുടെ റൊട്ടി ചുടുന്ന സമയത്തും അത് മറിക്കുന്ന സമയത്തുമെല്ലാം നാവ് ഫ്രീ ആണ്, ആ സമയം കൊണ്ട് ദിക്ർ ചെല്ലുന്നു, നിത്യമായി ചെയ്യുന്നു, ഇതുകൊണ്ടൊരു പ്രയോജനം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ പ്രയോജനം? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കും, ഒരു ദുആ ബാക്കിയുണ്ട്. എന്താണ് ഒരു ദുആ ബാക്കിയുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ വലിയൊരു മഹാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തെ കാണാൻ വലിയ ആശയിലാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, പക്ഷേ ഇതുവരെ ആ ദുആ പൂർത്തിയായിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്റെ ദുആയാണ് എന്നെ പള്ളിയിൽ നിന്ന് വലിച്ചെന്ന് വീട്ടിലെത്തിച്ചത്. യാത്ര ചെയ്തു ദീനിന് വേണ്ടി. കുടുംബവും മക്കളുമുള്ളൊരു മഹാൻ പ്രായമായ അവസ്ഥയിലും ഓരോ നാടുകൾ യാത്ര ചെയ്യുമായിരുന്നു. കാരണം അവരുടെ രക്തത്തിൽ കലർന്നൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ. ഇത് എൻ്റെ ജീവിതത്തിൽ മാത്രം എത്തിയാൽ പോരാ, ഇത് മനുഷ്യർക്കെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. അതിനു വേണ്ടിയുള്ള യാത്രയാണ്, അതിനു വേണ്ടിയുള്ള അധ്വാനമാണ്
ഞാൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്. അവർ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയില്ല. എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ കച്ചവടം, എൻ്റെ ഇങ്ങനെ ചെറിയ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയാതെ അവർ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു യാത്ര ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിച്ചാൽ കാണുന്ന മറ്റൊരു ആശ്ചര്യകരമായ കാര്യം, മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനിൻ്റെ വലിയൊരു ഫിത്നയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ആ സമയത്ത് അതിൻ്റെ പരിഹാരത്തിന് അദ്ദേഹം എണീറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാന്റെ വിഷയത്തിലും ഫിത്നയിലാകുന്ന വലിയൊരു പരീക്ഷണമുണ്ടായി. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ചെറുപ്പക്കാരിലും നമ്മുടെ ക്യാമ്പസുകളുമെല്ലാം ഉമ്മത്തിൻ്റെ ഈമാനിനെ ഇല്ലാതാക്കുന്ന വലിയ ഫിത്നകൾ നമ്മുടെ മുന്നിൽ നടപ്പിലാകുന്നുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ സമയമില്ല, നമുക്കതിൻ്റെ പരിഹാരത്തിനുള്ള ആവശ്യമില്ല. പള്ളി നടപ്പിലാക്കുന്ന പള്ളിയുടെ കമ്മിറ്റിക്കാർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, ഉലമാക്കൾക്ക് അതിന് സമയമില്ല, ഉമറാക്കൾക്ക് അതിന് സമയമില്ല. ഉമ്മത്തിൻ്റെ ഈമാൻ തകർന്നു പോകുമ്പോൾ, ഉമ്മത്തിൻ്റെ ഈമാൻ ചോർച്ച വീണ് അത് ഒലിച്ചു താഴേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പരിഹരിക്കാനോ ഈ ഉമ്മത്തിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സമയമില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിലെ മുൻഗാമികൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ ഉമ്മത്തിൻ്റെ ഈമാനിൻ്റെ ബലഹീനമായ അവസ്ഥകൾ കണ്ടാൽ അവരുടെ ഏത് കാര്യം മാറ്റിവെച്ചവർ തയ്യാറാകുമായിരുന്നു, എന്ത് ത്യാഗത്തിനും തയ്യാറാകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയൊരു ഈമാനിൻ്റെ വിഷയത്തിൽ ഉണ്ടായ വലിയൊരു ഫിത്ന. അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനുവേണ്ടി അദ്ദേഹം എണീറ്റു. പക്ഷെ അദ്ദേഹം വലിയ ത്യാഗവും കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നു. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തെ ചാട്ടവാർ കൊണ്ട് അടിക്കുമായിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തെ അടിച്ച വ്യക്തികൾ ഭരണാധികാരിയുടെ സൈന്യത്തിൽപ്പെട്ടവർ പറയുന്നുണ്ട്, ആ അടി ഒരു മൃഗത്തെ അടിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത് പുറത്തു ചാടുമായിരുന്നു. ഒരു ആനയെ അടിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ അടിച്ചൊരടി ആനയെ അടിച്ചിരുന്നെങ്കിൽ അതിന് മതമെടുക്കുമായിരുന്നു. അത്രയും ശക്തമായി അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ഉമ്മത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം തലയിട്ടപ്പോൾ വലിയ ത്യാഗവും കഷ്ടപ്പാടും സഹിക്കേണ്ടി വന്നു. ഒരു സ്നേഹിതൻ, ഒരു വ്യക്തി പറയുന്നുണ്ട്, ഞാൻ പരിശുദ്ധമായ ഹറമൈനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പം എൻ്റെ കൂടെ തവാഫ് ചെയ്യുന്ന എൻ്റെ സ്നേഹിതൻ ചോദിച്ചു, നിനക്കറിയുമോ ഇത് എന്ത് ശബ്ദമാണ്? ഇല്ല, അറിയുകയില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് ഇമാം അഹ്മദിനെ അടിക്കുന്ന ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ആരാണ് സഹോദരന്മാരെ? ഒരു മദ്ഹബിൻ്റെ ഇമാം, വലിയൊരു ഹദീസിൻ്റെ ലോകത്ത് ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല. മുസ്നദ് അഹ്മദ് എന്ന വലിയ 30 വാള്യമുള്ള ഗ്രന്ഥം ഹദീസ് ശേഖരിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ച മഹാൻ അടികൊള്ളുകയാണ്. അത്ര വലിയ ഉപദ്രവം അദ്ദേഹം സഹിച്ചത്. മൈമൂൻ റഹ്മഹുല്ലാഹ് പറയുന്നു, ഞാൻ ബഗ്ദാദിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ഞാൻ ചോദിച്ചു ജനങ്ങളോട്, എന്താണ് കേൾക്കുന്നത്? ജനങ്ങൾ പറഞ്ഞു, ഇമാം അഹ്മദിനെ അടിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. വലിയ ത്യാഗം അദ്ദേഹം സഹിക്കേണ്ടി വന്നു, വലിയ വേദനകൾ സഹിക്കേണ്ടി വന്നു. എന്തിൻ്റെ പേരിലാണ്? ഉമ്മത്തിലുണ്ടായ ഒരു ഫിത്ന, ഈമാൻ ബലഹീനമായ വിഷയം വന്നപ്പോൾ അതിൽ അദ്ദേഹം തലയിട്ടു. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഈമാനിൻ്റെ ഒരു വിഷയം വന്നാൽ ഞാൻ എന്തിനത് തലയിടുന്നത്? ഓരോരുത്തരും ദീനിൻ്റെ വിഷയങ്ങളിൽ സ്വന്തമായി പുറകിലേക്ക് ഒലിഞ്ഞു മാറുകയാണ്. അറിയാം, അതിൽ നാം ബന്ധപ്പെട്ടാൽ പലതും, പല ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വരും, പല ബുദ്ധിമുട്ടും സഹിക്കേണ്ടി വരും, തൻ്റെ ജീവിത മാർഗങ്ങൾ പല കുറവും സംഭവിക്കും. അതുകൊണ്ട് അതിലേക്ക് തലയിടാൻ ആർക്കും സമയമില്ല. ദീനിൻ്റെ വിഷയത്തിൽ ഓരോരുത്തരും പുറകിലേക്ക് മാറുകയാണ്. ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവർ, നാടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, ദീനിയാണെന്ന് വിചാരിക്കുന്നവർ, വലിയ വലിയ ദീനി കുടുംബങ്ങളിൽ ജനിച്ചവർ, ദീനിൻ്റെ വിഷയം വന്നാൽ, നാട്ടിൽ ദീനിൻ്റെ ഒരു കുറവ് വന്നാൽ അതിന് പരിഹരിക്കാൻ സമയമില്ല, അതിൽ തലയിടാൻ സമയമില്ല. ഓരോരുത്തരും പിറകിലേക്ക് മാറി. എന്നാൽ ഇതാ ഈ മഹാന്മാർ, അവർ എത്ര വലിയ ത്യാഗമാണ് സഹിക്കേണ്ടി വന്നു, എത്ര വലിയ ത്യാഗമാണ് സഹിക്കേണ്ടി വന്നു. വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ചു. 28 മാസം അവർ അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തോടുള്ള ദേഷ്യം കൊണ്ട് ആ നല്ല തണുപ്പുള്ള മാസത്തിൽ തുറന്ന ജയിലിൽ അദ്ദേഹത്തെ അടയ്ക്കുമായിരുന്നു. ശക്തമായ തണുപ്പ് അനുഭവിക്കാൻ, ബുദ്ധിമുട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി. പക്ഷെ അങ്ങനെയുള്ള രാത്രിയും അദ്ദേഹം രാത്രി ഒതുകൊടുത്ത തണുപ്പത്ത് രാത്രി നമസ്കരിക്കുമായിരുന്നു. മുസ്ലിമീങ്ങളുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ഒരു ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാത്രമല്ല, ഇസ്ലാമിന്റെ ചരിത്രം നിറഞ്ഞു കിടക്കുകയാണ്. ദീനിനു വേണ്ടി ഇറങ്ങിയപ്പോൾ പലതും സഹിക്കേണ്ടി വന്നു. സഈദ് ബിൻ മുസയ്യിബിനെ പോലെ അദ്ദേഹം ജയിലടയ്ക്കപ്പെട്ട വ്യക്തിയാണ്. സഈദ് ബിൻ ജുബൈറിനെ പോലെ അദ്ദേഹം ജയിലടച്ച വ്യക്തിയാണ്. ഇമാം ഇബ്നു തൈമിയെ പോലെ അദ്ദേഹം ജയിലടക്കപ്പെട്ട വ്യക്തിയാണ്. ഇമാം ഇബ്നു ഖയ്യിമിനെ പോലെ, ഇമാമുൽ ആദം അബൂ ഹനീഫയെ പോലെ
ജയിൽ അടച്ചത് മാത്രമല്ല മരിച്ചതും ജയിലിലാണ്. മുസ്ലിമീങ്ങൾ ദീനിന്റെ വിഷയത്തിൽ തലയിടുമ്പോൾ പലതും സഹിക്കേണ്ടി വരും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഇസ്ലാമാണ്, ദീനിന്റെ നിലനിൽപ്പാണ്. അതിന് മുന്നിലുള്ള ത്യാഗത്തെ സന്തോഷത്തോടെ സ്വീകരിക്കും. അതല്ലാതെ ഈ ത്യാഗം സഹിക്കാൻ പറ്റാതെ ഭീരുക്കളായി പിന്മാറുന്നവർ, പുറകിലേക്ക് മാറുന്നവരല്ല. ഞാൻ എന്തിനാ അതിൽ തലയിടുന്നു എന്ന് ചിന്തിച്ച് പുറകിലേക്ക് മാറുന്നവരല്ല മുസ്ലിമീങ്ങൾ. നമ്മുടെ പാരമ്പര്യം അതല്ല. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അദ്ദേഹം അവസാനം ജയിൽ മോചിതനായി 3 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി സ്നേഹിതൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥയെല്ലാം എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കൈ കാണിച്ചു കൊടുത്തു. ചാട്ടവാറുകൊണ്ട് അടിച്ചതിൻ്റെ ഉപദ്രവത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുറിവിൻ്റെ അതിൻ്റെ ആഘാതം കാണിച്ചു കൊടുത്തു. മറ്റൊരു സ്നേഹിതൻ പറയുന്നത്, ഞാൻ ഒരിക്കൽ അദ്ദേഹം ജയിൽ മോചനായി കഴിഞ്ഞ് പിൽക്കാലത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ തീ കനലിൽ അതെല്ലാം ചൂടാക്കി തൻ്റെ ശരീരം ചൂട് പിടിക്കാൻ കുറേ വർഷം കഴിഞ്ഞ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ അപ്പോഴും അന്നത്തെ അടിയുടെയും ബുദ്ധിമുട്ടിൻ്റെയും വേദന അനുഭവിക്കുകയാണ്. ഇങ്ങനെ ദീനിനു വേണ്ടി അവർ അർപ്പണം ചെയ്തു. നാണക്കേടുകൾ സഹിക്കേണ്ടി വന്നു, പല ബുദ്ധിമുട്ടും പലതും അർപ്പിക്കേണ്ടി വന്നു. പക്ഷേ അവരുടെ രക്തത്തിൽ അലിഞ്ഞ കാര്യം ദീനിന്റെ ഇസ്ലാമിന്റെ കൊടി അത് ലോകത്ത് തായാൻ പാടില്ല. എനിക്കെന്ത് നഷ്ടമുണ്ടായാലും, എനിക്ക് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ എന്തെല്ലാം നഷ്ടങ്ങളും കേടുകളും ഉണ്ടായാലും ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഉയർന്ന കൊടി ഇത് ഉയർന്നു നിൽക്കണം. എനിക്ക് വലുത് തന്നെ. അതിന് മുകളിൽ എൻ്റെ സമ്പത്തില്ല, എൻ്റെ കച്ചവടമില്ല, എൻ്റെ ജീവനിൽ ഒന്നുമില്ല. ഇസ്ലാമിന്റെ കൊടി ലോകത്ത് ഉയർത്തി നിർത്തൽ ഇതെന്റെ കടമയാണ് എന്ന് മുൻഗാമികളായ ഉമ്മത്തിലെ മഹാന്മാർ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് അന്തസ്സോടെ നമ്മൾ ലോകത്ത് ജീവിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയി. ഞാൻ മുസ്ലിമാണ്, എൻ്റെ കയ്യിൽ അള്ളാഹു നൽകിയിരിക്കുന്ന കൊടി ഇസ്ലാമിന്റെ കൊടിയാണ്. ഈ ആത്മാഭിമാനം ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയി. ഇത് ഉമ്മത്ത് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ തൻ്റെ കൺമുമ്പിൽ ദീനിയായ കുറവുകളും ഈമാനിന്റെ ബലഹീനതയും ദീനില്ലായ്മയും കണ്ടാൽ അതിനെതിരെ ഒരു വാക്ക് പറയാൻ, ഒരൽപ്പം സമയം ചെലവഴിക്കാൻ തനിക്ക് സാധിക്കുന്നതിൽ പരിശ്രമിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. സഹോദരന്മാരെ, നമ്മൾ നാളെ ആഖിറത്തിൽ ഈ മഹാന്മാർ പോകേണ്ട മഹ്ശറിൽ തന്നെ പോകാനുള്ളവരാണ്. കാരണങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവരെല്ലാം ചെലവഴിച്ച് എല്ലാം അർപ്പിച്ച് നമ്മളെ കയ്യിൽ അമാനത്തായി ഏൽപ്പിച്ച ദീനിന്റെ കൊടിയാണ്. കാരണങ്ങൾ പറഞ്ഞ് പുറകിലേക്ക് മാറാൻ മഹ്ശറിൽ സാധിക്കുകയില്ല. ഇന്ന് നമുക്ക് ഞാൻ എന്തിനാ ഇതിൽ തലയിടുന്ന് പറഞ്ഞ് പുറകിലേക്ക് മാറാൻ സാധിക്കും, പക്ഷേ ആഖിറത്തിൽ സാധിക്കുകയില്ല. അള്ളാഹു നമ്മുടെ കയ്യിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൊടി നൽകിയിരിക്കുന്നത് അമാനത്തായി ഏൽപ്പിച്ചതാണ്. ഇത് ലോകത്ത് ഉയരണം. ഇതിനെതിരെ ഒരാൾക്കും കൈവെക്കാൻ ധൈര്യമുണ്ടാകരുത്. ഇസ്സത്തോടെ ഇസ്ലാമിന്റെ കൊടി ആകാശത്ത് പാറണം. നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ചിന്ത, നമ്മുടെ കഴിവെല്ലാം അർപ്പിക്കണം. എങ്കിൽ ലോകത്ത് നിന്ന് അന്തസ്സോടെ യാത്രയാകാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ ത്യാഗമെല്ലാം സഹിച്ചു. പക്ഷെ അദ്ദേഹം ഈ ലോകത്ത് യാത്രയായത് രാജകീയമായിട്ടാണ്. ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ലോകത്തിലെ യാത്ര രാജകീയമായ യാത്രയായിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത നിലയിലുള്ള വലിയൊരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധിക്കില്ല. അത്രമാത്രം ആളുകൾ അദ്ദേഹത്തിന്റെ ജനാസയിൽ പങ്കെടുത്തു. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ ആ ദിവസം തന്നെ മുസ്ലിമായി തീർന്നു. ജനാസയിൽ പങ്കെടുത്ത ജനബാഹുല്യം കണ്ടുകൊണ്ട് തന്നെ എത്ര ആൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. രാജകീയമായി അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ പറയുമായിരുന്നു, ബൈനനാ വബൈനകും യൗമുൽ ജനായിസ്. എന്റെയും നിങ്ങളുടെയും അദ്ദേഹത്തിനെതിരെ നിന്നവർക്കെതിരെ പറയുമായിരുന്നു, മരിച്ച ദിവസം, ഞാൻ മരിക്കുന്ന ദിവസം മനസ്സിലാകും ആരാണ് സത്യത്തിലെന്ന്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളി, പക്ഷേ ഒരു ദിവസം വരാനുണ്ട്, എൻ്റെ ജനാസ എടുക്കുന്ന ദിവസം, അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഹക്കിലുള്ളത് എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യമാകേണ്ടത്. നമ്മുടെ ജീവിതം കണ്ടിട്ടുള്ള ജനങ്ങൾ കൊതിക്കേണ്ടത്, നമ്മുടെ മരണം കണ്ട് ജനങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ആഗ്രഹിക്കണം, ഇതുപോലെ എനിക്കുമൊന്ന് മരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം തയ്യാറാക്കണം. സഹോദരന്മാരെ, അല്ലാഹു തആല ഇതുപോലുള്ള മഹാന്മാരെ കൊണ്ട് ഇസ്ലാമിനെ നിലനിർത്തി നമ്മുടെ കൈകളിൽ ഇസ്ലാമിന്റെ കൊടി നൽകിയിരിക്കുകയാണ്. ഇനി ഈ കൊടി ഇത് നിലത്തി വീഴാതെ ഖിയാമത്ത് നാൾ വരെ കൈമാറണം. നമ്മൾ ഇന്ന് മക്കളിലേക്ക്, തലമുറയിലേക്ക്, നമ്മുടെ നാടുകളിൽ ഇതിനെ ഉയർത്തിപ്പിടിക്കുന്ന സമൂഹം ഉണ്ടാകണം. ഇനിയും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള ധീരന്മാർ ഈ ഉമ്മത്തിൽ ഉണ്ടാകണം. എങ്കിൽ തീർച്ചയായും ലോകത്ത് ആരെല്ലാം ശബ്ദിക്കട്ടെ, ഇസ്ലാമിനെതിരെ ആരെല്ലാം കുറയ്ക്കട്ടെ, ഇസ്ലാമിന്റെ ഇസ്സത്തോ ഇസ്ലാമിന്റെ മഹത്വമോ കുറയുകയില്ല. പക്ഷെ ഇത് ഏറ്റെടുക്കാനുള്ള ധീരന്മാരായ യുവാക്കളും ഇതുപോലെ മഹാന്മാരെ പോലെ വ്യക്തികളും ഉണ്ടാകൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആവശ്യമാണ്. അല്ലാഹു തആല ഈ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.